ജില്ലയിൽ പോലീസിന്റെ ഓപ്പറേഷൻ കാപ്പാവേട്ട തുടരുന്നു. രണ്ടാഴ്ചയ്ക്കിടെ കുപ്രസിദ്ധ ഗുണ്ടകളായ ഷാജഹാൻ, ജിത്ത്, മുയൽ ബിജു, ഒബ്രു വിവേക്, സജീഷ്ണു, സഞ്ജയ് ദത്ത, ജിൻഡോ ചാൾസ്, ഡെറിൻ, പ്രദീപ്, ആദർശ്, ജിത്ത് രാജ് എന്നീ 12 പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തി. പഴയന്നൂരിൽ മധ്യവയസ്കനെയും പശുവിനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കരക്കുന്ന് ചോലക്കൽ വീട്ടിൽ 64 വയസ്സുള്ള കുമാരനെയാണ് പശുത്തൊഴുത്തിനടുത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തെ കൂടാതെ ഒരു പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിനി അറസ്റ്റിൽ. തമിഴ്നാട് പൊള്ളാച്ചി വാടിപ്പെട്ടി സ്വദേശിനി 26 വയസ്സുള്ള അമ്മുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ അറക്കൽ വീട്ടിൽ മാർട്ടിനെ PIT NDPS നിയമപ്രകാരം 1 വർഷത്തേക്ക് തടങ്കലിലാക്കി. ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇയാൾക്കെതിരെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയുടെ ചുമർ തുറന്ന മോഷണ ശ്രമം. 3 പീടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജ്വല്ലറിയിലാണ് പിൻവശത്തെ ചുമർ തുറന്ന മോഷണ ശ്രമം നടന്നത്. 1 കിലോ കഞ്ചാവുമായി കുന്നംകുളത്ത് 2 പേർ അറസ്റ്റിൽ. കുന്നംകുളം അടുപ്പുട്ടി പാക്കത്ത് 35 വയസ്സുള്ള അജിത്ത്, അടുപ്പുട്ടി കാക്കശ്ശേരി 27 വയസ്സുള്ള ബെർലിൻ എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.